പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന ഭാഗമാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്വത്തുക്കൾ. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്, ഫർണിച്ചർ, കാറ്, ക്യാഷ്, ബാങ്കിലുള്ള പൈസ, ഇതൊക്കെ ബിസിനസ്സിൻ്റെ സ്വത്തുക്കളാണ്. ഇതിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് സ്ഥാപനത്തിൽ ഇറക്കിയ പണം. ബിസിനസ് സ്ഥാപനത്തിൽ മുതലാളിയുടെ പണം ഇറക്കിയിട്ടുണ്ടാവും, അതിന് ക്യാപിറ്റൽ എന്ന് പറയും. അതുപോലെ പുറമേ ഉള്ളവരുടെ നിന്ന് കടം വാങ്ങിയ, തേർഡ് പാർട്ടീസിൽ നിന്നും കടം വാങ്ങിയ പണം ഉണ്ടാവും, അതിന് ലയബിലിറ്റീസ് എന്ന് പറയും, ബാധ്യതകൾ എന്ന് പറയും. ക്യാപിറ്റൽ എന്നുള്ളതിന് ബോണസ് ഇക്വിറ്റി എന്ന് പറയും, മുതലാളിയുടെ ഇക്വിറ്റി എന്ന് പറയും. ലയബിലിറ്റീസ് എന്നുള്ളതിന് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി, കടം വാങ്ങിയ പുറമേ ഉള്ളവരുടെ ഇക്വിറ്റി എന്നും പറയും. അപ്പോൾ ഇക്വിറ്റീസ് ഇൻക്ലൂഡ് ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി പറഞ്ഞാൽ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി പറഞ്ഞാൽ ലയബിലിറ്റീസ്. അപ്പോൾ ഇക്വിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റലും ലയബിലിറ്റീസും വരുന്നതിനാണ് ഇക്വിറ്റി എന്ന് പറയുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിൽ ഇറക്കിയ പണം. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ളവരിൽ നിന്നും വാങ്ങിയ കടബാധ്യതകൾ, അവരിൽ നിന്നും പുറമേ ഉള്ളവരിൽ നിന്നും വാങ്ങി ബിസിനസ്സിൽ ഇറക്കിയ പണമാണ് ലയബിലിറ്റീസ് അഥവാ ബാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഏതൊരിടപാട് നടന്നു കഴിഞ്ഞാലും ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴും അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. നിങ്ങളത് അക്ഷരങ്ങൾ ഓരോ വാക്കിൻ്റെയും അസറ്റ്സ് അതിൻ്റെ ആദ്യത്തെ അക്ഷരം എ, അതുപോലെ ക്യാപിറ്റൽ ആദ്യത്തെ അക്ഷരം സി, ലയബിലിറ്റീസ് എൽ. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്നുള്ളത് ഷോർട്ടാക്കി എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ എന്ന രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതിയതിനാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ എന്ന് എഴുതിയതിനാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓരോ ഇടപാട് കഴിയുമ്പോഴും ബിസിനസ് സ്ഥാപനത്തിൽ എത്ര ഇടപാടുകൾ കഴിഞ്ഞാലും എപ്പോഴും എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ എന്ന് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ അസറ്റ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ് എന്നുള്ളവ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡുകളായി എഴുതി കാണിക്കുന്നതാണ്. ബാലൻസ് ഷീറ്റിൻ്റെ വലത് ഭാഗത്ത് അസറ്റും അതുപോലെ ഇടത് ഭാഗത്ത് ക്യാപിറ്റലും ലയബിലിറ്റീസും എഴുതും. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ വലത് ഭാഗത്തുള്ളതാണ് അസറ്റ്, ഇടത് ഭാഗത്ത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസാണ്. അപ്പോൾ ഈ ക്യാപിറ്റലും ലയബിലിറ്റീസും എപ്പോഴും അസറ്റുകൾക്ക് തുല്യമായിരിക്കും. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡ് എപ്പോഴും തുല്യമായിരിക്കും. ഈ അക്കൗണ്ടിങ് സമവാക്യത്തെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഈ അക്കൗണ്ടിങ് സമവാക്യങ്ങളിലുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. പിന്നീട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും സി ഈസ് ഈക്വൽ ടു എ മൈനസ് എൽ. അത് എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ എന്നുള്ളത് പിന്നെ നമുക്ക് ഏത് രീതിയിലും എഴുതാം. സമവാക്യത്തിൻ്റെ ഈക്വൽ സൈൻ്റെ മറുഭാഗത്തേക്ക് ഒരു ഐറ്റം മാത്രം കൊണ്ടുപോയാൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ എന്നുള്ളത് നമുക്ക് സി ഈസ് ഈക്വൽ ടു എ മൈനസ് എൽ എന്നും എൽ ഈസ് ഈക്വൽ ടു എ മൈനസ് സി എന്നും അല്ലെങ്കിൽ എ മൈനസ് സി മൈനസ് എൽ ഈസ് ഈക്വൽ ടു 0 എന്നും എഴുതാം. ഉദാഹരണത്തിന് നമ്മൾ 3 ഈസ് ഈക്വൽ ടു 2+1 എന്ന് എഴുതുന്നു. 3 ഈസ് ഈക്വൽ ടു 2+1 എഴുതുന്നു. അത് നമുക്ക് തിരിച്ച് 2 ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 എന്നും 1 ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 എന്നും അല്ലെങ്കിൽ 3 മൈനസ്
2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്നും എഴുതാം. അത് ഗണിതപരമായിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ട് ഈ ഇക്വേഷനെ നമുക്ക് ഈക്വൽ സൈൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അത് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈക്വൽ സൈൻ്റെ മറുഭാഗത്തേക്ക് ഒരൈറ്റം മാത്രം കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിലൊക്കെ എഴുതാൻ പറ്റും. എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ എന്നുള്ളത് സി ഈസ് ഈക്വൽ ടു എ മൈനസ് എൽ എന്ന്, അല്ലെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എ മൈനസ് സി എന്ന്, അല്ലെങ്കിൽ എ മൈനസ് സി മൈനസ് എൽ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ രീതിയിലൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഒരു ത്രാസ് കാണുന്നുണ്ട്. ഈ ത്രാസിൻ്റെ 2 സൈഡുകൾ, ഒരു സൈഡിൽ അസറ്റുകൾ, മറു സൈഡിൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എപ്പോഴും ഏതിടപാട് കഴിഞ്ഞു കഴിഞ്ഞാലും ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴും അസറ്റ് വിൽ ബി ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. രണ്ടും ഒരേ നിരപ്പിൽ ഒരേ രീതിയിൽ ആയിരിക്കും എന്നാണ് അത് ആ ത്രാസിൻ്റെ ചിത്രം കാണിക്കുന്നത്. ഇനി ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ നമ്മൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് തയ്യാറാക്കുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഉണ്ടാകുന്ന ഇവിടുന്നാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൽ നിന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ടാകുന്നത്. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്താണ്? ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ് ഈസ് എവരി ട്രാൻസാക്ഷൻ ആസ് 2 ആസ്പെക്റ്റ്. എല്ലാ ഇടപാടുകൾക്കും 2 ആസ്പെക്റ്റുകളുണ്ട്. റിസീവിങ് ആസ്പെക്റ്റ്, ഈ റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും, അഥവാ റിസീവിങ് ആസ്പെക്റ്റ് എന്നാൽ കിട്ടുന്ന ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും, ഗിവിങ് ആസ്പെക്റ്റ് അഥവാ നൽകുന്ന ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞത് എല്ലാ ഇടപാടുകൾക്കും 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് അഥവാ ലഭിക്കുന്ന ആസ്പെക്റ്റ്, 2 ഗിവിങ് ആസ്പെക്റ്റ് അഥവാ നൽകുന്ന ആസ്പെക്റ്റ്. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും പറയുന്നു. ഇനി നമ്മൾ ഇൻ ഓർഡർ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, നമ്മൾ ഈ ഇടപാടുകളൊക്കെ കണക്ക് ബുക്കിൽ എഴുതാൻ നമ്മൾ എല്ലാ ഇടപാടുകളുടെയും ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഡെബിറ്റ് ആസ്പെക്റ്റുകൾ നമ്മൾ തിരിച്ചറിയുന്നത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അടിസ്ഥാനത്തിലാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ, ഓരോ ഇടപാടുകളുടെയും ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ തിരിച്ചറിയുന്നത്. ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ നമ്മൾ ആധുനിക സമ്പ്രദായപ്രകാരം 5 കാറ്റഗറി ആക്കി തിരിച്ചിട്ടാണ്, എല്ലാ ഇടപാടുകളെയും 5 കാറ്റഗറിയായി തിരിച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആധുനിക സമീപന പ്രകാരം എല്ലാ ബിസിനസ് ഇടപാടുകളെയും നമുക്ക് 5 കാറ്റഗറിയായി തിരിക്കാം. അതിന് നമ്മൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന ഭാഗത്ത് അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, ഇൻകം താഴോട്ട് അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, ഇൻകം, ഇങ്ങനെ 5 കാറ്റഗറി ആയിക്കൊണ്ട് നമുക്ക് എല്ലാ ബിസിനസ് ഇടപാടുകളെയും തരംതിരിക്കാൻ പറ്റും. ഈ ഓരോ കാറ്റഗറിയുടെയും ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണും. ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചു. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ആസ്പെക്റ്റ്, ലഭിക്കുന്ന ആസ്പെക്റ്റിനെയാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നൽകുന്ന ആസ്പെക്റ്റ്. അപ്പോൾ എല്ലാ ഇടപാടുകൾക്കും, എല്ലാ ബിസിനസ് ഇടപാടുകൾക്കും ഒരു കിട്ടുന്ന ആസ്പെക്റ്റും ഉണ്ട്, ഒരു നൽകുന്ന ആസ്പെക്റ്റും ഉണ്ട്. അതിന് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു മുതലാളി ബിസിനസ് സ്ഥാപനത്തിലേക്ക് 5 ലക്ഷം രൂപ പണം ഇറക്കുന്നു. പണം ഇറക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കണക്ക് ബുക്കിൽ ഇടപാടുകൾ എഴുതുന്നത്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് എന്താണ് കിട്ടിയത്? 5 ലക്ഷം രൂപ മുതലാളി ബിസിനസ്സിന് ഇറക്കിയാൽ ബിസിനസ് സ്ഥാപനത്തിന് 5 ലക്ഷം രൂപ കിട്ടി.
അപ്പോൾ ലഭിക്കുന്ന ആസ്പെക്റ്റാണ്, ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന ആസ്പെക്റ്റാണ് എന്ത്, 5 ലക്ഷം രൂപ ക്യാഷ് കിട്ടിയത്. അപ്പോൾ 5 ലക്ഷം രൂപ ക്യാഷ് ബിസിനസ് സ്ഥാപനത്തിന് ലഭിച്ചു, കിട്ടി. അത് ഡെബിറ്റ് ആസ്പെക്റ്റാണ്. ഇനി അതോടൊപ്പം തന്നെ മുതലാളിക്ക് 5 ലക്ഷം രൂപ ബാധ്യതയുണ്ട്, തിരിച്ചു കൊടുക്കാനുള്ള. മുതലാളിയുടെ ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന ഒരു ബാധ്യതയും അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അസറ്റ് 5 ലക്ഷം രൂപ ക്യാഷ് കിട്ടി, അതുപോലെ തന്നെ 5 ലക്ഷം രൂപ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും ഉണ്ട് ബിസിനസ്സിന്. അപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടായി എന്നുള്ളത് നൽകുന്ന ആസ്പെക്റ്റാണ്. അപ്പോൾ അതെന്താണ്, ക്രെഡിറ്റ്. അപ്പോൾ ഏത് ഇടപാടുകൾക്കും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഇനി വേറൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം 1 ലക്ഷം രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങുമ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ കിട്ടി. അപ്പോൾ ഫർണിച്ചർ എന്നുള്ളത് കിട്ടിയ ആസ്പെക്റ്റാണ്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റാണ് ഫർണിച്ചർ. ഇനി അതോടൊപ്പം തന്നെ ആ ബിസിനസ് സ്ഥാപനം 1 ലക്ഷം റുപ്യ ക്യാഷ് കൊടുത്തു. അപ്പോൾ കൊടുത്തതാണ് ഗിവിങ് ആസ്പെക്റ്റാണ് ക്യാഷ്. അപ്പോൾ ക്യാഷ് ഗിവിങ് ആസ്പെക്റ്റ് ആയതുകൊണ്ട് അത് ക്രെഡിറ്റ്. ഫർണിച്ചർ കിട്ടുന്ന ആസ്പെക്റ്റ് ആയതുകൊണ്ട് അത് ഡെബിറ്റ്. ക്യാഷ് കൊടുക്കുന്ന ആസ്പെക്റ്റ് ആയതുകൊണ്ട് അത് ക്രെഡിറ്റ്. അപ്പോൾ എല്ലാ ഇടപാടുകൾക്കും നമുക്ക് ഇങ്ങനെ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആധുനിക സമീപന പ്രകാരം എങ്ങനെ ഡെബിറ്റ് കണക്കാക്കണം, ക്രെഡിറ്റ് കണക്കാക്കണം, ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ അവിടെ ഷോർട്ടാക്കി തരംതിരിച്ചെഴുതിയത് കാണുന്നുണ്ടാവും. അതിൽ നമുക്ക് ഒന്ന് നോക്കാം. ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന 5 തരം കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എല്ലാ ഇടപാടുകളെയും തരംതിരിച്ചത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റാണ്, അത് ഡിക്രീസ് ആയാൽ ക്രെഡിറ്റ്. ഇനി അതുപോലെ അതിൻ്റെ താഴെ കാണുന്നത് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ഇപ്പോൾ അസറ്റ് ഇൻക്രീസ് എന്നുള്ളതിന് നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. 1 ലക്ഷം രൂപ ബിസിനസ് സ്ഥാപനം കൊടുത്തു. 1 ലക്ഷം രൂപ ബിസിനസ് സ്ഥാപനം കൊടുത്തിട്ട് ഒരു ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് ബിസിനസ്സിൽ കൂടിയപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതാണ് അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് എന്നതും അസറ്റാണ്. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. 1 ലക്ഷം രൂപ ക്യാഷ് കൊടുത്തു പറഞ്ഞാൽ 1 ലക്ഷം രൂപ ബിസിനസ് സ്ഥാപനത്തിൽ കുറഞ്ഞു. അപ്പോൾ ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ് ആയതുകൊണ്ട് ആ ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ് എന്നുള്ള കേസിൽ നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റാണ്. അപ്പോൾ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റാണ്. അപ്പോൾ ക്യാഷ് എന്ന അസറ്റ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റാണ്. ഈ രീതിയിലാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് കണക്കാക്കുന്നത്. എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത ഐറ്റം ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. അതുപോലെ ലയബിലിറ്റീസ് ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. അതുപോലെ ഇൻകം ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. അതുപോലെ എക്സ്പെൻസിൻ്റെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ 5 കാറ്റഗറി ഐറ്റംസ് ആയിട്ടാണ്, 5 അക്കൗണ്ടുകളായിട്ടാണ് നമ്മൾ ആധുനിക സമീപന പ്രകാരം ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ കണക്കാക്കുന്നത്. ഈ 5 കാറ്റഗറി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. അസറ്റ് ഇൻക്രീസസ് ആണെങ്കിൽ ഡെബിറ്റ്, ഡിക്രീസസ് ആണെങ്കിൽ ക്രെഡിറ്റ്. ഇനി ഈ ടേബിൾ അതുപോലെ നിങ്ങൾ ഒന്ന് ബൈഹാർട്ടാക്കുക. ഓരോ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നിങ്ങൾ ഇതുപോലെ ബൈഹാർട്ടാക്കണം. അത് ബൈഹാർട്ടാക്കാൻ എളുപ്പമുണ്ട്. അസറ്റും എക്സ്പെൻസും ഒരു ഭാഗം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അസറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. ആ കാര്യം മാത്രം ഓർക്കുക. അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. ഇനി ബാക്കി 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ആലീസ് എന്ന് പറയും. ALICE. ഒന്ന് എഴുതി നോക്കാം നോട്ട്ബുക്കിൽ. എല്ലാവരും ഒന്ന് എഴുതി നോക്കൂ. ALICE.
ആലീസ് എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതാം. ആലീസ് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഈ 5 കാറ്റഗറി ഷോർട്ടാക്കി എഴുതിയാണ്. ആലീസ് അസറ്റ്, ആദ്യത്തെ എ എന്ന അക്ഷരം അസറ്റ്, എൽ എന്ന അക്ഷരം ലയബിലിറ്റി, ഐ എന്ന അക്ഷരം ഇൻകം, സി എന്ന അക്ഷരം ക്യാപിറ്റൽ, ഇ എന്ന അക്ഷരം എക്സ്പെൻസ്. അപ്പോൾ ആലീസിൽ അസറ്റ് ആദ്യത്തെ ഐറ്റം, ഇ എന്നുള്ള എക്സ്പെൻസ് അവസാനത്തെ, ഈ ആദ്യത്തേതും അവസാനത്തെയുമായ 2 ഐറ്റങ്ങൾ. ഈ ആലീസിലെ അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ മനസ്സിലാക്കാം. അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറുഭാഗം എന്താണ്? ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ. ഇത് ഇൻക്രീസ് ആണെങ്കിൽ എന്താണ്? ക്രെഡിറ്റാണ് എന്നുള്ളതും മനസ്സിലാക്കുക. അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ ഈ 3 ഐറ്റംസ് ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി നേരെ അതിന് തിരിച്ച് ഓപ്പോസിറ്റ്. തിരിച്ചു പറഞ്ഞാൽ അസറ്റ് എക്സ്പെൻസ് ഡിക്രീസ് ആണെങ്കിൽ, കുറയുകയാണെങ്കിൽ, അസറ്റും എക്സ്പെൻസും കുറയുകയാണെങ്കിൽ അപ്പോൾ എന്താണ്? ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ആണെങ്കിൽ, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. തിരിച്ചാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റും ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഡിക്രീസ് ആണെങ്കിൽ, കുറയുകയാണെങ്കിൽ, ഇൻക്രീസിൻ്റെ അടിസ്ഥാന കേസിൽ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റാണ്. അങ്ങനെയാണ് ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്താൽ നിങ്ങൾക്ക് ഈ 5ൻ്റെയും നിയമങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അത് ഓർക്കേണ്ടതാണ്. അസറ്റ്, എക്സ്പെൻസ്, അസറ്റും എക്സ്പെൻസും ആദ്യത്തിൽ കാണുന്ന അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആണെങ്കിൽ, ആരോ മാർക്ക് മുകളിലേക്കുള്ള ആരോ മാർക്ക് കാണിക്കുന്നത് ഇൻക്രീസ് എന്നുള്ള, ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തു വെച്ചാൽ നമുക്ക് ഈ 5 കാറ്റഗറിയുടെയും ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ കഴിയും. ഒന്നുകൂടി ഓർക്കുക, അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആണെങ്കിൽ, അത് രണ്ടും കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഓൺലൈൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാം.